മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു നിർത്തിയിരിക്കുന്നത് പ്രതാപൻ ജനലിലൂടെ നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ മേളിലേക്ക് ഇഴഞ്ഞു പോകുന്നു. അത് പ്രേതമാണെന്ന് കരുതി പേടിച്ച് മുത്തശ്ശിയെ വിളിച്ച് കാണിക്കുന്നെങ്കിലും മുത്തശ്ശി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതാപനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശി. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ലമ്മ ഞാൻ ശരിക്കും കണ്ടു, രണ്ട് കൈ ആരോ അവിടെ നിൽപ്പുണ്ട്, ഇപ്പം നിൻ്റെ സംശയം തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പോയി ജനൽ തുറക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പ്രതാപൻ പറയുന്നു, വേണ്ടമ്മ, ജനൽ തുറന്നു കഴിഞ്ഞാൽ പ്രേതവും ഇനി അകത്ത് കാണാൻ കയറി വന്നു കഴിഞ്ഞാലോ. എടാ, പ്രേതത്തിന് അകത്ത് കയറാൻ ജനൽ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭിത്തിയിൽ ലയിച്ച് തന്നെ അകത്തേക്ക് വേണമെങ്കിൽ കടക്കും എന്നൊക്കെ പറയുമ്പോൾ പ്രതാപന് ആകെ അങ്ങ് പേടിയാകുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ യാതൊരു പേടിയില്ല, കൈ ചിരട് ജപിച്ച് കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആ മന്ത്രവാദിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പേരിൽ ജനൽ തുറക്കുന്ന മുത്തശ്ശി ആ മാർക്കോയുടെ രൂപം കണ്ട് ആകെ പേടിച്ച് അലറിക്കരയുന്നുണ്ട്. മുത്തശ്ശി കരയുന്നത് കണ്ടിട്ട് പ്രതാപൻ നോക്കുന്ന സമയത്താണെങ്കിൽ മാർക്കോ മുഖംമൂടി ധരിച്ച് പേടിപ്പിക്കുന്നു. അത് കണ്ട് പ്രതാപനും അലറിക്കരയുന്നു. പെട്ടെന്ന് അവർ ഡോറ് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ രൂപം അവരുടെ പിന്നാലെ ചെല്ലുന്നു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവൻ പോയതിന് തുല്യമായിട്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. എങ്ങനെയൊക്കെയോ അവർ രണ്ടാളും ആ രാത്രി കഴിച്ചു കൂട്ടുന്നു. പിറ്റേന്ന് നേരം വെളുത്തതും രണ്ടാളും ഒരുങ്ങി റെഡിയായിട്ട് നമ്മുടെ കണ്ണൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കണ്ണനോട് പറയുന്നു, ഇന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുക. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഒരാഴ്ച ഇവിടെ കിടത്തി ചികിത്സയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ പോകുവാന്നോ? ഒരാഴ്ച കിടക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു പേടിയും ഭയവും ഒക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇന്നലെ രാത്രി മഹാലക്ഷ്മിയുടെ രൂപം കണ്ടു. എന്നിട്ട് നിങ്ങൾ രണ്ടാളും എന്തുകൊണ്ടാണ് മഹാലക്ഷ്മിയെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാഞ്ഞത്? ഞാനാണെങ്കിൽ കുറേ നാൾ കൊണ്ട് അവളെ കാണാത്തതിൻ്റെ വിഷമത്തിലിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവളൊരു ആത്മാവാണെന്നാണ് തോന്നുന്നത്. മുടിയൊക്കെ അഴിച്ച് പാറി യക്ഷിപ്പല്ലും കാണിച്ച് മഹാലക്ഷ്മിയുടെ രൂപവും മറ്റൊരു രൂപവും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളെ കുറേ ഇട്ട് വട്ടം ചുറ്റിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കണ്ണന് ഉള്ളിൽ ചിരി അടക്കാനാകുന്നില്ല. എങ്കിലും ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ മഹാലക്ഷ്മിയുടെ രൂപം അർദ്ധരാത്രിയിൽ കണ്ടു എങ്കിൽ അവൾ മരിച്ചു എന്നല്ലേ അർത്ഥം? എൻ്റെ മഹാലക്ഷ്മി മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നേയില്ല, അവൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഇന്നല്ല നാളെയെങ്കിൽ അവൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വന്നിരിക്കും എന്ന് കണ്ണൻ തറപ്പിച്ച് പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഭാര്യയെ കാണാതായതിൻ്റെ വിഷമത്തിൽ അവൻ്റെ ഒരു പിരി പോയതാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്തായാലും അവൾ ദുർമരണപ്പെട്ട കാര്യം അവൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് അവളുടെ രൂപം കണ്ടു എന്ന് പറഞ്ഞിട്ട് പോലും അവന് പേടി വരാത്തത്. ഡെഡ് ബോഡി പോലും കിട്ടാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന കാര്യം അവന് വിശ്വസിക്കാനും ആകുന്നില്ലെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്രതാപൻ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഇനി അധിക ദിവസം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഇന്ന് തന്നെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുക. ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ പുറത്തിറങ്ങുന്ന പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ ഇപ്പോഴും അവൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടാണെന്നാണ് കരുതിയിരിക്കുന്നത്, അവൾ മരിച്ച കാര്യമൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് എന്ത് തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നു. നേരെ പോകുന്നത് കാട്ടിലുള്ള ആ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. അങ്ങനെ ഭയന്ന് വിറച്ച് മന്ത്രവാദിയെ കണ്ട് മുത്തശ്ശിയും പ്രതാപനും നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ ഇച്ചിരി കുഴപ്പക്കാരിയാണ്. ഈ ചരട് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും അവളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചരടിലൊന്നും ഒതുങ്ങത്തില്ല, മന്ത്രം തന്നെ ചെയ്ത് തളയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു സ്വാമി, എത്രയും പെട്ടെന്ന് പൂജയും കർമ്മങ്ങളും ചെയ്തേ പറ്റുള്ളെന്ന് പ്രതാപനും പറയുന്നു. മുത്തശ്ശി പറയുന്നു, പേടിച്ചിട്ടാണെങ്കിൽ രാത്രി ഒരു പോളക്കണ്ണിപ്പോൾ ഉറങ്ങണ്ട, എത്രയും പെട്ടെന്ന് കർമ്മം ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, അതിന് എന്ത് പൈസയായാലും യാതൊരു പ്രശ്നവുമില്ലെന്ന് പറയുമ്പോൾ മന്ത്രവാദി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുന്നു. മന്ത്രവാദിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു, ഇവർ നല്ല പണക്കാരാണെന്ന് തോന്നുന്നു, എന്തായാലും കുറച്ച് പൈസ ഇവരിൽ നിന്ന് അടിച്ചെടുക്കാമെന്നുള്ള രൂപത്തിലാണ് അയാൾ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അതേസമയം തറവാട്ടിലെത്തിയ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും പെരുമാറ്റം കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. മോഹിനിയമ്മ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും ആരെ കണ്ട് ഭയന്ന പോലെയുണ്ടല്ലോ, അത് ചിലപ്പോൾ മോഹിനിക്ക് തോന്നിയതാകും, ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും രണ്ടാളും മഹാലക്ഷ്മിയുടെ രൂപം കണ്ട് ഭയന്ന് വിറച്ച കാര്യം മഹാലക്ഷ്മി വിളിച്ച് പറഞ്ഞിരുന്നു മോഹിനിയമ്മയോട്. എന്നാൽ നടന്ന കാര്യമെല്ലാം മുത്തശ്ശി നമ്മുടെ കരുണയോട് രഹസ്യമായി പറയുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടതും മഹാലക്ഷ്മി മാത്രമല്ല വേറെ ഏതോ ഒരു ആത്മാവ് അവളോടൊപ്പം ഉണ്ടായിരുന്നു, ഞങ്ങളെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് ഭയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ കരുണയ്ക്ക് ആകെ അങ്ങ് പേടിയാകുന്നു. കാരണം ആദ്യം മേഘനാഥൻ കണ്ടു, പിന്നീട് ദുർഗാമ്മ കണ്ടു, ഉണ്ണി കണ്ടു, പ്രതാപനും മുത്തശ്ശിയും കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇവരാരും
ആത്മാവിനെ കണ്ട് ഭയക്കുന്ന ആളുകളെ അല്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ മഹാലക്ഷ്മിയെ കണ്ടു എന്ന് പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ടെന്നുള്ള കാര്യം അവൾക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ കരുണ ഇപ്പം ആകെ പേടിച്ച് വിറച്ചാണ് ജീവിക്കുന്നതെന്ന് തന്നെ പറയാം. എപ്പോഴാണ് മഹാലക്ഷ്മിയുടെ രൂപം തന്നെ ആക്രമിക്കാൻ വരുന്നത് എന്നുള്ളൊരു പേടി മാത്രമാണ് അവൾക്കുള്ളത്. അതേസമയം നടന്ന കാര്യങ്ങളെല്ലാം മേഘനാഥൻ അറിയുമ്പോൾ മേഘൻ ദുർഗാമ്മയോട് പറയുന്നുണ്ട്, അവൾ മരിച്ച സമയത്ത് ഉടുത്തിരുന്ന അതേ സാരി ഉടുത്താണ് എൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടത്. എല്ലാവരും കണ്ടിരിക്കുന്നത് ആ ചുമന്ന കളർ സാരി ഉടുത്ത മഹാലക്ഷ്മിയാണ്. അവളുടെ ആത്മാവ് തന്നെയാണ്, ഒരു സംശയം വേണ്ട എന്ന് പറയുമ്പോൾ ദുർഗാമ്മയ്ക്ക് പേടി സഹിക്കാനാകുന്നില്ല. എത്രയും പെട്ടെന്ന് പൂജയും മന്ത്രവും ചെയ്യാമെന്നാണ് കരുണമോളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതിനി വൈകിപ്പിക്കേണ്ടെന്നാണ് ഞാനും പറയുന്നത്. അതിനുശേഷം മതി നമുക്ക് ഓണാഘോഷമൊക്കെ എന്ന് പറയുമ്പോൾ രാത്രി മാവേലിയുടെ വേഷം കെട്ടി കുറച്ച് പിള്ളാരും ചെണ്ടമേളമൊക്കെ ആയിട്ട് കുറച്ച് പാർട്ടീസ് കമലേശ്വരം തറവാട്ടിലേക്ക് കയറി വരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരെ മാർക്കോ അറേഞ്ച് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. അവരോടൊപ്പം തന്നെ മഹാലക്ഷ്മിയുടെ രൂപമുണ്ട്. അതും കൂടി ആയപ്പോഴത്തേക്കും അവരുടെ പേടി ഇരട്ടിച്ചു. മഹാലക്ഷ്മി എന്ന ആത്മാവിന് ഒരു കലാശക്കൊട്ടിൻ്റെ സമയമൊക്കെ ആയിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ നാടകങ്ങളെല്ലാം അരങ്ങേറുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മഹാലക്ഷ്മി ഇരുന്ന് അട്ടഹസിക്കുന്ന ഒരു വീഡിയോ ഉണ്ണിയുടെ ഫോണിലേക്കാണെന്ന് തോന്നുന്നു അയച്ചു കൊടുത്തിരിക്കുന്നു. അത് നമ്മുടെ മാർക്കോ തന്നെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആ വീഡിയോ മുത്തശ്ശിയും കരുണയും ഉണ്ണിയും ദുർഗാമ്മയും മേഘനും ഒക്കെ കണ്ട് ഭയന്ന് വിറച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ആഴ്ചയോട് തന്നെ മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവരും അറിയാൻ പോകുന്നു. ജീവനോടെയുള്ള മഹാലക്ഷ്മി അവരുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും നാടകത്തിന് തിരശ്ശീല വീഴും. അതിനായിട്ട് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.